ഹലോ, ഞങ്ങൾ ഗേൾസ് ട്രിപ്പിൻ്റെ സെക്കൻഡ് പാർട്ടാണ് കേട്ടോ ഇത്. ഇതൊരു ഈവനിങ് ഒക്കെ ആയപ്പോൾ ഞങ്ങൾ ഡ്രസ്സൊക്കെ വീണ്ടും ചേഞ്ച് ചെയ്ത് ഞങ്ങൾ താമസിക്കുന്ന ഈ റൗണ്ട് വില്ലേൻ്റെ ടോപ്പിൽ കയറി നോക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അവിടേക്ക് സ്റ്റെപ്പൊക്കെ ഉണ്ട്. അപ്പം ഞങ്ങൾ അതിൻ്റെ ടോപ്പിൽ കയറിയപ്പോൾ നല്ല അടിപൊളി വ്യൂ ആണ് കേട്ടോ. ആക്ച്വലി ഞങ്ങൾ നിൽക്കുന്ന തന്നെ കുറച്ച് ടോപ്പിലായിരുന്നു ഈ റൗണ്ട് വില്ല. അപ്പോൾ അതിൻ്റെയും മുകളിൽ കയറിയിട്ടുള്ള വ്യൂ ആണ് ഇത് കേട്ടോ. ഫുള്ള് കോടയൊക്കെ ഇറങ്ങി വന്നിട്ടുണ്ട്. ഒരു വൈകുന്നേരം 5 മണി സമയമാണ് കേട്ടോ ഇത്. ഞങ്ങൾ അതിൻ്റെ മുകളിൽ കയറി ഫുള്ള് വീഡിയോസ് എടുക്കുക, ഫോട്ടോസ് എടുക്കുക, റീൽസ് എടുക്കുക, ഇതന്നെയായിരുന്നു കേട്ടോ ഞങ്ങളെ പരിപാടി. നല്ല കാറ്റൊക്കെ ഉണ്ടായിരുന്നേ. ശരിക്കും ഇത് കോഴിക്കോടാണെന്ന് പറഞ്ഞാൽ ആരും വിശ്വസിക്കില്ല കേട്ടോ. വയനാട്ടിലൊക്കെ പോയാലുള്ളൊരു അതേ ക്ലൈമറ്റ് ആയിരുന്നു കേട്ടോ. അത്രയും നല്ല തണുപ്പും മഞ്ഞും കാറ്റും ഒക്കെ ആയിട്ട്. പിന്നെ ആ ഒരു 6 മണിയൊക്കെ ആയപ്പോൾ അവിടെ ഫുള്ള് ലൈറ്റ് ഇട്ടു. നല്ല ഭംഗിയുണ്ടായിരുന്നേ. പിന്നെ ഞങ്ങൾ അവിടുന്ന് വീണ്ടും കുറേ ഫോട്ടോസൊക്കെ എടുത്തു, റീൽസ് എടുത്തു. ഇത് തന്നെ പരിപാടി. അങ്ങനെ പെട്ടെന്നൊരു ഇരുടാവാൻ തുടങ്ങി. അപ്പം ഞങ്ങൾ പിന്നെ എന്നിട്ടും അവിടുന്ന് പോകണമെന്നില്ല എല്ലാവർക്കും അവിടെ തന്നെ നിന്ന് കളിക്കാനായിരുന്നു കേട്ടോ ഇഷ്ടം. ഞങ്ങൾ വെറുതെ കുറേ ഡാൻസൊക്കെ ചെയ്തു. ആ ഒരു ഞങ്ങൾ നിൽക്കുന്ന റൗണ്ട് വില്ലേൻ്റെ ഏറ്റവും ടോപ്പിലുള്ള ഭാഗമാണ് ഈ കാണുന്നത്. അപ്പോൾ അവിടുന്ന് ഞങ്ങൾ അതിൻ്റെ മുകളിൽ കയറി നിന്ന് വെറുതെ കുറേ ഡാൻസൊക്കെ ചെയ്തു. അങ്ങനെയൊക്കെ കുറേ കളിച്ചു കേട്ടോ. അതിന് ശേഷം പിന്നെ ഒരു 7:30 ഒക്കെ ആയി. അപ്പോഴത്തേക്കും ഞങ്ങൾക്ക് ഫുഡ് കഴിക്കാൻ പോകാനുള്ള സമയമൊക്കെ ആയിരുന്നു കേട്ടോ. അപ്പം എല്ലാവരും പറഞ്ഞു എന്നാൽ നമുക്ക് ഫുഡ് കഴിച്ച് വരാമെന്ന് പറഞ്ഞ് ഞങ്ങൾ താഴോട്ട് ഇറങ്ങി. അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു. അത് കഴിഞ്ഞ് റൂമിലെത്തി. പിന്നെ എല്ലാവരും ഫോണെടുത്ത് വീട്ടിലേക്ക് വിളിക്കലും സ്റ്റാറ്റസ് ഇടലും വർത്തമാനം പറയലും ഇതൊക്കെ തന്നെയായിരുന്നു കേട്ടോ പരിപാടി. ആക്ച്വലി ഞങ്ങൾക്ക് ഇങ്ങനെ ഡെയിലി സംസാരിക്കാനൊന്നും പറ്റാറില്ല. എല്ലാവരും ഓഫീസ്, വീട്, കുട്ടികൾ ഒക്കെ ആയിട്ട് തിരക്കല്ലേ. ആർക്കും അങ്ങനെ ഡെയിലി വിളിച്ച് സംസാരിക്കാനൊന്നും പറ്റാറില്ല. പക്ഷേ ഈ ഒരു ഡേ ഞങ്ങളിത് മാക്സിമം എൻജോയ് ചെയ്തു കേട്ടോ. ഞങ്ങളിതുപോലൊരു ഫൺ റീലൊക്കെ എടുത്തു. ഇതൊക്കെ ഞങ്ങൾ ചിരിച്ച് ചത്തിട്ടുണ്ട്. അത്രയും നല്ല രസമുണ്ടായിരുന്നു ഈ റീലൊക്കെ എടുക്കുമ്പോൾ. അങ്ങനെ 12 മണിയായപ്പോൾ ഞങ്ങൾ ഷാംലീൻ്റെ ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്തു കേട്ടോ. ഇത് ആക്ച്വലി അഞ്ജലീൻ്റെ പ്ലാനായിരുന്നേ. ഷാംലീൻ്റെ ബർത്ത്ഡേ അന്നല്ല, ആക്ച്വലി ജൂലൈ മന്ത് ലാസ്റ്റാണ്. പക്ഷേ അഞ്ജലി പറഞ്ഞു എന്തായാലും നമ്മൾ ഒത്തുകൂടല്ലേ, നമുക്ക് ഒരു കേക്ക് മുറിക്കാമെന്ന്. അങ്ങനെ ഞങ്ങൾ ഷാംലിൻ്റെ ബർത്ത്ഡേ ഒക്കെ സെലിബ്രേറ്റ് ചെയ്തു. അതൊക്കെ കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ പിന്നെ കിടന്നുറങ്ങിയത് കേട്ടോ. അങ്ങനെ പിറ്റേന്ന് രാവിലത്തെ വ്യൂ ആട്ടോ ഇത്. സമയത്ത് കോടയൊന്നും അങ്ങനെ ഇറങ്ങിയിട്ടില്ല. അതുകൊണ്ട് ഇതാ നമുക്ക് ഈ മലയൊക്കെ കാണാൻ പറ്റുന്നുണ്ട്. കുറച്ച് കഴിഞ്ഞാൽ പിന്നെ ഫുള്ള് കോട ഇറങ്ങി ഒന്നും കാണാൻ പറ്റില്ല. പിന്നെ ഞങ്ങൾ നേരെ സ്വിമ്മിംഗ് പൂളിലേക്കാട്ടോ പോയത്. രാവിലെ തന്നെ സ്വിമ്മിംഗ് പൂളിൽ ഇറങ്ങി കളിക്കാമെന്ന് വിചാരിച്ചു. പക്ഷേ നല്ല ആഴുണ്ടായിരുന്നു കേട്ടോ ആ പൂളിന്. അതുകൊണ്ട് ഇറങ്ങാൻ കുറച്ച് പേടിയായി. ഞങ്ങൾ കിഡ്സ് പൂളിലിരുന്ന് കേട്ടോ കളിച്ചത്. അത് കഴിഞ്ഞ് ഞങ്ങൾ പിന്നെ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വന്നു കേട്ടോ. ഞങ്ങൾ വരുമ്പോഴേക്കും എല്ലാവരും കഴിച്ചു പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾ ലാസ്റ്റായിരുന്നേ. ഞങ്ങൾ സ്വിമ്മിംഗ് പൂളിലെ കളിയൊക്കെ കഴിഞ്ഞിട്ടാണല്ലോ വന്നത്. അതുകൊണ്ട് ഞങ്ങൾ വരാൻ ലേറ്റായി. അപ്പോൾ എല്ലാവരും കഴിച്ചു പോയി കഴിഞ്ഞു. അതുകൊണ്ട് ഞങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു. അവിടുത്തെ ഫുഡൊക്കെ നല്ല ഫുഡായിരുന്നു കേട്ടോ. കുഴപ്പമില്ല, എല്ലാ ഫുഡും ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചു. അത് കഴിഞ്ഞ് ഏകദേശം ഞങ്ങൾക്ക് പോകാനുള്ള സമയമൊക്കെ ആയി തുടങ്ങി കേട്ടോ. അപ്പോൾ പിന്നെ ഞങ്ങൾ ഇനിയും കുറച്ചും കൂടി ഫോട്ടോസൊക്കെ എടുക്കണം, റീൽസൊക്കെ എടുക്കണം, ഇതൊക്കെയായിരുന്നു കേട്ടോ ഞങ്ങളെ പ്ലാന്. അപ്പം ഞങ്ങൾ വേഗം അവിടുന്ന് ഫുഡൊക്കെ കഴിച്ചു പോന്നു. ഇത് രാവിലത്തെ വ്യൂ ആണ് കേട്ടോ. ഒരു 10 മണിയൊക്കെ ആയപ്പോഴേക്കാണ് അവിടെ കോട ഇറങ്ങാൻ തുടങ്ങിയത്. രാവിലെ ഒന്നും ഇത്ര കോട ഉണ്ടായിരുന്നില്ല. 10 മണിയൊക്കെ ആയപ്പോഴത്തേതാ ഫുൾ കോട ഇറങ്ങി. പിന്നെ നമുക്ക് ഈ അവിടുത്തെ മലയൊന്നും കാണാനില്ല കേട്ടോ. ഫുള്ള് ഈ കോടയിൽ മുങ്ങിക്കിടക്കുകയായിരുന്നേ. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ ആ സമയത്ത്. അവിടുത്തെ ഇങ്ങനെ ഫുൾ കോടയായിട്ട് നമുക്കൊന്നും കാണാൻ പറ്റില്ല. ഈ പൂവ് അവിടെ കുറേ ഉണ്ടായിരുന്നു കേട്ടോ. നല്ല പൂവായിരുന്നു. ഇത് ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു. ഞങ്ങൾ ഈ പൂവും വെച്ച് കുറേ ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ട്. ഉണ്ടോ, നമുക്കൊന്നും കാണാൻ പറ്റുന്നില്ല. അവിടെ ഫുൾ വെള്ള കളറാണ് കോട ഇറങ്ങിയിട്ട്. ഇത് ഞാനും റോമയും കൂടി പെട്ടെന്നൊരു റീലെടുത്തതാണ് കേട്ടോ. ഞങ്ങൾ ട്രൈപോഡ് വെച്ചിട്ട് ഞങ്ങൾ പെട്ടെന്ന് എടുക്കാമെന്ന് പറഞ്ഞ് അങ്ങനെ പെട്ടെന്ന് എടുത്തൊരു റീലാണിത്. കുറേ എടുക്കണം എന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ അത്രയൊന്നും സമയമൊന്നും ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല. ആകെ 1 ഡേ അല്ലേ. ഈ 1 ഡേ കൊണ്ട് നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും? ഞാൻ പറയുകയാണെങ്കിൽ ഇങ്ങനൊരു ട്രിപ്പൊക്കെ നമ്മൾ എന്തായാലും വർഷത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും പോകണം കേട്ടോ. ശരിക്കും നമ്മൾ ഡെയിലി ഓഫീസ്, വീട്, കുട്ടികൾ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഒരു ബിസി ലൈഫിലാണ് എല്ലാവരും പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പം
ഇടയ്ക്കെങ്കിലും ഇങ്ങനെ ഒരു ഡേ ഒക്കെ കിട്ടുകയാണെങ്കിൽ നമുക്കത് മാക്സിമം എൻജോയ് ചെയ്യാൻ പറ്റും കേട്ടോ. അറ്റ്ലീസ്റ്റ് ആ ഒരു 1 ഡേ എങ്കിലും നമുക്കൊരു റെസ്പോൺസിബിലിറ്റീസും ഇല്ലാതെ ഇങ്ങനെ പാറിപ്പറന്ന് നടക്കാൻ പറ്റും. അങ്ങനെ ഞങ്ങൾക്ക് ചെക്ക് ഔട്ട് ചെയ്യേണ്ട സമയമായി. അപ്പോൾ എല്ലാവരും ബാഗൊക്കെ പാക്ക് ചെയ്ത് ഇറങ്ങുകയാണ് കേട്ടോ. ആക്ച്വലി ഞങ്ങൾക്ക് പോകണമെന്നൊന്നുമില്ല, ഇനിയും കുറേ സമയം കിട്ടിയിരുന്നെങ്കിൽ എന്നുള്ള ആഗ്രഹമാണ് എല്ലാവർക്കും. പക്ഷെ എന്തായാലും പോണ്ടേ. അപ്പം ഞങ്ങൾ ബാഗൊക്കെ എടുത്തു പാക്ക് ചെയ്ത് പോവുകയാണേ. ഞങ്ങളെ വണ്ടിക്കാരൻ അപ്പോഴേക്കും ഇതാ എത്തിയിട്ടുണ്ട്. ആൾ 1/2 hour നേരത്തെ എത്തിയിട്ടുണ്ട്. അപ്പം ഞങ്ങൾ ബാഗൊക്കെ എടുത്തു. അങ്ങനെ മിസ്റ്റിക്കിൻ റിസോർട്ടിനോട് ടാറ്റ ബൈ ബൈ പറഞ്ഞ് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ.